വീണ്ടും വാർത്തകളിലേക്ക്. കൊടുങ്ങല്ലൂരിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയുടെ കുളിമുറി ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തിയ ആൾ അറസ്റ്റിൽ. അഴീക്കോട് കൊട്ടിക്കൽ പണ്ടാരപ്പറമ്പിൽ ബഷീർ എന്ന 40-കാരനെയാണ് കൊടുങ്ങല്ലൂർ SI PK പത്മരാജനും സംഘവും അറസ്റ്റ് ചെയ്തത്. ഇയാളെ കൊടുങ്ങല്ലൂർ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തു. ഓല കൊണ്ട് നിർമ്മിച്ച കുളിപ്പുരയിൽ കുളിക്കുന്നതിനിടെയാണ് ഇയാൾ പുറത്തുനിന്നും ദൃശ്യങ്ങൾ പകർത്തിയത്. കുളിപ്പുരയോട് ചേർന്നുള്ള മതിലിൽ ദ്വാരമുണ്ടാക്കിയായിരുന്നു മൊബൈൽ ക്യാമറയുടെ പ്രയോഗം. സംഭവം അറിഞ്ഞ പെൺകുട്ടി ക്ലാസ് ടീച്ചറോട് വിവരം പറയുകയും തുടർന്ന് പ്രധാനാധ്യാപിക പോലീസിൽ പരാതി നൽകുകയുമായിരുന്നു. പ്രതി ഉപയോഗിച്ച മൊബൈൽ ഫോൺ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. 3 പെൺകുട്ടികളുടെ പിതാവാണ് അറസ്റ്റിലായ ബഷീർ. NES കായലോര ഗ്രാമീണ ടൂറിസം ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഡിസംബർ 20 മുതൽ 28 വരെ തൃപ്പയാറിൽ നടത്തുന്ന കായലോര ഫെസ്റ്റിവലിന്റെ സംഘാടക സമിതി ഓഫീസ് തുറന്നു. TN പ്രതാപൻ MLA ഓഫീസിന്റെ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു. NES-നെ കുറിച്ചൊന്നും ഇവിടെ ഇപ്പോൾ പറയേണ്ട കാര്യമില്ല. വളരെ സന്തോഷം. NES നേരത്തെ മാഷ് പറഞ്ഞ പോലെ ഒരു കായലോര ഫെസ്റ്റ് ആരംഭിക്കുകയാണ്. ശിവട്ടൻ അതിൻ്റെ ഒരു ചെറിയ ബ്രീഫിംഗ് ഇവിടെ പറയുകയുണ്ടായി. ഡിസംബർ മാസം 20 മുതൽ 28 ഉൾപ്പെടെയുള്ള 7 ദിവസങ്ങളിലായിട്ടാണ് കായലോര ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത്. ബഹുമാനായ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി കായലോര ഫെസ്റ്റിന്റെ ഔപചാരികമായ ഉദ്ഘാടനത്തിന് പങ്കെടുക്കാൻ സാധ്യതയുണ്ട് എന്ന കാര്യം ഞാൻ ഈ സന്ദർഭത്തിൽ നിങ്ങളെല്ലാവരും അറിയിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ഡയറിയിൽ ഈ ഫെസ്റ്റ് ഉദ്ഘാടനത്തിന് 20-ാം തീയതി 11 മണി അദ്ദേഹം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. CK അബ്ദുൽ മജീദ് അധ്യക്ഷനായി. NES ചെയർമാൻ ശിവൻ കണ്ണോളി, C ശങ്കരനാരായണൻ, ഗീതാ ദാസ്, VAH വലപ്പാട്, PK സുഭാഷ് ചന്ദ്രൻ എന്നിവരും സംസാരിച്ചു. ജില്ലാ വോളിബോൾ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ജില്ലാ യൂത്ത് വോളിബോൾ ചാമ്പ്യൻഷിപ്പ് തൃപ്പയാർ TSCA ഇൻഡോർ സ്റ്റേഡിയത്തിൽ ആരംഭിച്ചു. TSCA ചെയർമാൻ TN പ്രതാപൻ MLA ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്തു. ജൂനിയർ യൂത്ത് വോളിബോൾ മത്സരത്തിന് വേണ്ടിയുള്ള തൃശ്ശൂർ ജില്ലാ ടീമിന്റെ തെരഞ്ഞെടുപ്പിന് ജില്ലയിലെ യൂത്ത് ടീമുകളുടെ മത്സരങ്ങളുടെ അവധിയാണ്. 23ഓളം ടീമുകൾ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. 23ഓളം ടീമുകളിലായി പങ്കെടുക്കുന്ന വോളിബോൾ താരങ്ങളിൽ നിന്നും മികച്ച തൃശ്ശൂർ ജില്ലാ ടീമിനെ ഇന്ന് തന്നെ അവിടെ സെലക്ഷനിൽ നടത്തപ്പെടും. ജില്ലാ വോളിബോൾ അസോസിയേഷൻ പ്രസിഡന്റ് തോമസ് കാളിയങ്കര അധ്യക്ഷത വഹിച്ചു. ഫെറീസ് ബോർഡ് ചെയർമാൻ K വിവേക്, ജോർജ് മണവാളൻ, PK പരമേശ്വരൻ, CG അജിത് കുമാർ എന്നിവരും സംസാരിച്ചു. കൂളിമുട്ടം പ്രാണിയാട് മഹലിന് കീഴിൽ ആരംഭിക്കുന്ന മുസ്രിസ് കൺവെൻഷൻ സെന്ററിന് ശിലയിട്ടു. ഹസൻ വാത്തിയടുത്ത ES മുഹമ്മദ് അലി എന്നിവർ ചേർന്നാണ് ശിലാസ്ഥാപനം നിർവഹിച്ചത്. തുടർന്ന് നടന്ന പൊതുയോഗം അഡ്വക്കേറ്റ് VS സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ SK ഹാഷിം കോയത്തങ്ങൾ അധ്യക്ഷനായി. MA സിദ്ദിഖ് മടത്തിപ്പറമ്പിൽ ലോഗോ പ്രകാശനം ചെയ്തു. പ്രാണിയാട് മഹല്ല് പ്രസിഡന്റ് NM അബ്ദുൽ ഖാദർ, സലീം ഫൈസി, CI നാസർ, PK റഫീഖ്, മധുരകം പഞ്ചായത്ത് പ്രസിഡന്റ് വിജയലക്ഷ്മി ബാലകൃഷ്ണൻ, പഞ്ചായത്ത് അംഗം ബേബി പ്രകാശൻ, കൊച്ചു മുഹമ്മദ് മാസ്റ്റർ എന്നിവരും സംസാരിച്ചു. മഹല്ല് ജനറൽ സെക്രട്ടറി PK റഫീഖ് നിർമ്മാണ ഫണ്ടിലേക്കുള്ള ആദ്യ ഗഡു ഏറ്റുവാങ്ങി. കാശ് മാത്രം കൊടുത്തുകൊണ്ടൊരു വിവാഹം നടത്താൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആവശ്യം നടത്താൻ അതിനുപകരിക്കുന്ന വിധം ഒരു മണ്ഡപവും ഞങ്ങൾ തയ്യാറാക്കുന്നുണ്ട്. ഒരുപാട് ഉദ്ദേശങ്ങൾ ഞങ്ങൾക്കുണ്ട്. ഇവിടെ വൈകുന്നേരങ്ങളിൽ വന്ന് സുഖമായി നിന്ന് കാറ്റുകൊള്ളാനുള്ള ഗാർഡൻ ഞങ്ങളുടെ മനസ്സിലുണ്ട്. വായിച്ച് വളരാനുള്ള വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾക്ക് വേണ്ടി ആ ഉദ്ദേശങ്ങളുണ്ട്. ഒരുപാട് ഉദ്ദേശങ്ങൾ, നന്മ നിറഞ്ഞ ഉദ്ദേശങ്ങൾ ഞങ്ങൾക്കുണ്ട്. അള്ളാഹു വിജയിപ്പിച്ചു തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കൂടുതലായി ഈ അവസരത്തിൽ ഒന്നും തന്നെ ഞാൻ പറയുന്നില്ല. ഞങ്ങൾക്ക് ഒരുപാട് ആളുകൾ സഹായങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. എടത്തുരുത്തി ഗ്രാമപഞ്ചായത്തിലെ 10ാം വാർഡിലെ 16 കുടുംബശ്രീ യൂണിറ്റുകളുടെ വാർഷികാഘോഷം ചാമക്കാല ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KR ഹരി ഉദ്ഘാടനം ചെയ്തു. ഒരു സാധനം പുറത്തേക്ക് പോകണം. എവിടേക്കാ പോണത്? നിങ്ങൾ വരുമ്പോ കുറച്ച് 10 രൂപ വെച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളപ്പം അതിക്കൂടെ കറി കിട്ടുന്നുണ്ട് അവിടെ ആ കവറിൽ. അത് മേടിച്ചു. അപ്പൊ പിന്നെ ഇവിടെ ഉണ്ടാക്കേണ്ടത് അങ്ങനെ ഇല്ലാന്ന് പറഞ്ഞു. അല്ല ശരി, ഞാൻ പറയാറുണ്ട്. എന്തായാലും വേണ്ടി വരും, ചിലപ്പോൾ വേണ്ടി വരും. അത് നമുക്ക് അത്യാവശ്യ ഘട്ടത്തിൽ മാത്രം അല്ലേ? അത്യാവശ്യ ഘട്ടത്തിലാണ്. പക്ഷെ അതിനു മുമ്പ് നമുക്ക് നല്ലൊരു സംസ്കാരം ഉണ്ടായിരുന്നു. നമ്മളുടെ വീട്ടിൽ വിരുന്നുകാർ വരുമ്പോഴാണ് നമുക്ക് ഏറ്റവും പ്രധാനം. വാർഡ് മെമ്പർ ഗീതാ മോഹൻദാസ് അധ്യക്ഷയായിരുന്നു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രത്ന ചന്ദ്രൻ മുഖ്യ അതിഥിയായിരുന്നു. CDS ചെയർപേഴ്സൺ ഷീന വിശ്വൻ, CDS അംഗം ഐഷാബി,
9ാം വാർഡ് മെമ്പർ ഹംസ, കൊച്ചാമി, MM മേരി വിൻസെന്റ് തുടങ്ങിയവരും സംസാരിച്ചു. വീണ്ടും പ്രധാന വാർത്തകൾ. ദേശീയപാത വികസനം 45 മീറ്റർ വീതിയിൽ വേണ്ട എന്നാവശ്യപ്പെട്ട BOT വിരുദ്ധ ജനകീയ സമരസമിതി എടമുട്ടത്ത് സായാഹ്ന ധർണ നടത്തി. CPI ചന്ദ്രാപ്പന്നിയിൽ ലോക്കൽ സമ്മേളനം നടത്തി. കൊടുങ്ങല്ലൂരിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയുടെ കുളിമുറി ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തിയ ആൾ അറസ്റ്റിൽ. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.